ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലാസ് ടാലി പ്രൈമിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. ടാലി ERP9ൻ്റെ പുതിയൊരു വേർഷനാണ് ടാലി പ്രൈം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ടാലി പ്രൈം ഓപ്പൺ ചെയ്ത പാട് ഇങ്ങനെയൊരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക. അതിൽ നമ്മൾ എഡ്യൂക്കേഷണൽ മോഡ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയൊരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ അതിൽ മുകളിൽ കാണുന്ന കമ്പനി ഓപ്പൺ ചെയ്യാം. അതിൽ ക്രിയേറ്റ് ഉണ്ട്, ഓൾട്ടർ ഉണ്ട്, ചേഞ്ച്, സെലക്ട്, ഷട്ട് എന്നിവയാണ്. പിന്നെ Y എന്ന ഡാറ്റയിൽ ഉള്ളത് ബാക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ് എന്നിവയൊക്കെയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. പിന്നെ Z എക്സ്ചേഞ്ചിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണുള്ളത്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. കമ്പനി എടുത്ത് അതിൽ ക്രിയേറ്റ് എന്ന ബട്ടൺ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് ഓപ്പൺ ചെയ്ത് വരിക. അതിൽ ഫസ്റ്റ് സ്പെസിഫൈ പാത്ത് എന്നുള്ളത് അത് ഓൾറെഡി അവിടെ വന്നത് അതെടുക്കുക. അടിയിലുള്ളത് ലിസ്റ്റ് ഓഫ് കമ്പനിയാണ്. നമ്മൾ ഓൾറെഡി വേറെ കമ്പനി ഈ ടാലി പ്രൈം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അടുത്തത് കമ്പനി നെയിം കൊടുക്കുക. നമ്മൾ ഇഷ്ടമുള്ളൊരു കമ്പനി നെയിം കൊടുക്കുക. ഞാൻ ADB5 ലിമിറ്റഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അഡ്രസ്സ് കൊടുക്കേണ്ടത് കൊടുക്കുക. അത് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ സ്റ്റേറ്റ് കേരള കൊടുക്കുക, ഇന്ത്യ, പിന്നെ പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവയൊക്കെ ഈ ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ അതിനനുസരിച്ച് കൊടുത്താൽ മതി. പിന്നെ ബിഗിനിങ്ങും ബുക്ക് ബിഗിനിങ്ങിൻ്റെ ഡേറ്റും കൊടുക്കുക. അതൊക്കെ കൊടുത്ത് എൻ്റർ ചെയ്യുക. പിന്നെ സ്പെസിഫൈ പാത്ത് മുകളിൽ കൊടുത്തില്ലേ, അത് നമ്മളെ കമ്പനിയുടെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. അത് ഞാൻ അതിൽ പറയാൻ വിട്ടതാണ്. പിന്നെ എൻ്ററൊക്കെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് വരിക. അപ്പോൾ ഷോ മോർ ഫീച്ചർ എന്നിൽ നോ ആയിരിക്കും വരിക. അത് എസ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിൽ എസ് ആക്കി കൊടുക്കുമ്പോൾ എല്ലാ ഫീച്ചറും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ മെയിൻ്റനൻസ് അക്കൗണ്ട് മാത്രം യെസ് എടുത്ത് ബാക്കി ഫുള്ളും നോ കൊടുക്കുക. ഇതൊക്കെ ഓരോ ക്ലാസ്സിലായിട്ട് ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യം ഈ മെയിൻ്റനൻസ് അക്കൗണ്ട് മാത്രം യെസ് ആക്കി കൊടുക്കലാണ്. അങ്ങനെ എല്ലാം യെസ് ആക്കി കൊടുത്ത് എൻ്റർ ചെയ്ത് വരാം. അപ്പോൾ നമ്മുടെ കമ്പനി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ മുന്നിൽ തന്നെ ADB5 ലിമിറ്റഡ് എന്ന് കണ്ടില്ലേ. അടിയിലുള്ള കമ്പനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് അവിടെ വന്നത്. നമ്മളിപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്തത് ADB5 ആണ്. ഇനി കമ്പനി ക്രിയേറ്റ് ചെയ്തതിൽ കമ്പനി എടുക്കുക. അതിൽ ആൾട്ടർ നിൽക്കുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി കാണാം. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ മാറ്റം വരുത്താം ആൾട്ടർ നിൽക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കപ്പ്, സ്പ്ലിറ്റ്, റീസ്റ്റോർ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. സീ യു സൂൺ.